Good morning all of you. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് പാഠം എന്താ? പ്രഭാതഗീതം. പാഠം 1 പ്രഭാതഗീതം അല്ലേ? ഓക്കെ. അപ്പോ ഒന്നുകൂടി പാടാതെ. കാണായ ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ചു കാത്തരുളിയിടുന്ന തമ്പുരാനെ, മാമറ വീടിന്റെ മാണിക്യ ദീപമേ, മാനസക്കൂരിരുൾ മായ്ക്കുക നീ. ധർമ്മവും സത്യവും കാരുണ്യവുമല്ലോ ശർമ്മദ നിന്തിരു വിഗ്രഹങ്ങൾ. നിർമ്മലമാകുമാ ദിവ്യ സ്വരൂപങ്ങൾ ഓർമ്മയിലുണ്ടാക വേണമെന്നും. തെറ്റാതെ എൻ മുറ നോക്കാനും തിന്മയിൽ പറ്റാതെ മാനസം നിൽക്കുവാനും, മറ്റാരെ കൂടവേ സ്നേഹിച്ചു കൊള്ളുവാനും പോറ്റി നീ നൽവരം നൽകിടേണം. ആദിയും അന്തവുമില്ലാതെ ഏതിലും ആകാശം പോലവേ ചേർന്നിണങ്ങി, മങ്ങാതെ എങ്ങുമേ ശോഭിക്കും ദൈവമേ, മംഗളം മംഗളം മംഗളാത്മൻ. ജ്ഞാനികളുണ്ടെന്നു ചൊല്ലുന്ന നിൻ കഴൽ ഞാനിതാ കൂപ്പുന്നു ദീനബന്ധോ. പാവങ്ങൾ പാർക്കുന്ന പാൽ മരുഭൂമിയിൽ പാൽപ്പുഴയോടട്ടെ നിൻ കനിവാൽ. ആ വഴി സ്വാതന്ത്ര്യത്തായി തെന്നൽ വീശട്ടെ ദൈവമേ നിന്റെ തിരുമനസാൽ. അന്ധമാം വിശ്വാസമെങ്ങുന്നു നീങ്ങട്ടെ, കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ. എന്താ പറയുന്നത് കവി? അന്ധമായ വിശ്വാസങ്ങള്, അതായത് അന്ധവിശ്വാസങ്ങൾ എങ്ങും നീങ്ങി നമുക്ക് എന്ത് വേണം? കാന്തിയും ശാന്തിയും, സൗന്ദര്യവും ശാന്തിയും ഉണ്ടാകട്ടെ എന്നാണ് കവി ലാസ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഓക്കെ. പ്രഭാതഗീതം എന്ന കവിയില് പ്രഭാതഗീതം എന്ന കവിത ആരുടേതാണ്? ആരുടേതാ ഹെവൻ? പ്രഭാതഗീതം എന്ന കവിത ആരുടേതാണ്? ഹെവൻ പ്ലീസ് അൺമ്യൂട്ട്. പ്ലീസ് അൺമ്യൂട്ട് ഹെവൻ. പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രഭാതഗീതം എന്ന കവിത. അപ്പൊ പ്രഭാതഗീതം എന്ന കവിതയിൽ എന്താ പറയുന്നത്? ഈ കണ്ട ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന അല്ലയോ ദൈവമേ, എന്ത് ചെയ്യണം? മഹാവേദമാകുന്ന വീടിന്റെ മാണിക്യദീപമായി നിന്ന് നമ്മുടെ മനസ്സിലെ കൂരിരുൾ, ഇരുട്ട് നീക്കിത്തരണേ എന്നാ പറയുന്നത് അല്ലെ? ഫസ്റ്റ് ലൈനില് പിന്നെന്താ പറയുന്നത്? ധർമ്മവും സത്യവും കാരുണ്യവുമല്ലോ ശർമ്മദ നിന്തിരു വിഗ്രഹങ്ങൾ. എന്തൊക്കെയാണ്? ധർമ്മം, സത്യം, പിന്നെയോ കാരുണ്യവും ആയ നിന്റെ മഹനീയ വിഗ്രഹങ്ങൾ നിർമ്മലമാക്കി പരിശുദ്ധമാക്കി എന്നും എന്റെ ഓർമ്മയിൽ നിലനിർത്തിയിടണേ ദൈവമേ എന്ന് പറയുന്നു അല്ലെ? ഓക്കെ. പിന്നെയോ അടുത്തലെന്ന തെറ്റാതെ എൻ മുറ നോക്കാനും തിന്മയിൽ പറ്റാതെ മാനസം നിൽക്കുവാനും, മറ്റാരെ കൂടവേ സ്നേഹിച്ചു കൊള്ളുവാനും പോറ്റി ദൈവമേ എന്ത് ചെയ്യണം? നീ നൽവരം നൽകിയിടണം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് ചോദിക്കാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ ഒന്നേ. പോറ്റി നീ നൽവരം നൽകിയിടണം എന്ന പ്രാർത്ഥനയിൽ എന്തെല്ലാമാണ് നൽവരമായി ഉദ്ദേശിക്കുന്നത്? ജുവാന പ്ലീസ് അൺമ്യൂട്ട്. ജുവാന പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. പോറ്റി തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്ത് തിന്മയിൽ നിന്നും മാറ്റി നിർത്തി മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നാണ് പോറ്റി നീ നൽവരം നൽകിടണം എന്ന പ്രാർത്ഥനയിൽ നൽവരമായി ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പോറ്റി നീ നൽവരം നൽകിടണം എന്ന പ്രാർത്ഥന എന്തെല്ലാമാണ് നൽവരമായി ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് ആൻസർ ആണ് ഇപ്പം ജുവാന വായിച്ചത് അല്ലേ? ജുവാന കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നോട്ട് അല്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? എന്താ മനസ്സിലായത്?
അപ്പൊ പോറ്റി നീ നൽവരം നൽകിടേണം എന്ന പ്രാർത്ഥനയിൽ എന്തെല്ലാമാണ് നൽവരമായി ഉദ്ദേശിക്കുന്നത്? എന്തെല്ലാണ്? തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്ത് എന്ത് ചെയ്യണം? തിന്മയിൽ നിന്നും അകറ്റി നിർത്തി മറ്റുള്ളവരെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ, അല്ലെ, മുമ്പോട്ട് ജീവിക്കാൻ എന്നെ പ്രാപ്തനാക്കണേ എന്നാണ് പോറ്റി നീ നൽവരം നൽകിയിടണം എന്നതിൽ നൽവരമായി കവി ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഓക്കെ, ഷാനിഫിന് ക്ലിയർ ആവുന്നില്ലേ മോനെ? ഓക്കെ. അപ്പോ പിന്നെ എന്താ പറയുന്നത്? പിന്നെ അടുത്ത വരിയിൽ എന്താ പറയുന്നത്? മറ്റാരെ കൂടവേ, അത് പറഞ്ഞു, പോറ്റി നീ നൽവരം നൽകിയിടണം. ആദിയും അന്തവും ഇല്ലാതെ ഏതിലും ആകാശം പോലവേ ചേർന്നിണങ്ങി മങ്ങാതെ എങ്ങുമേ ശോഭിക്കും ദൈവമേ. എന്ത് ചെയ്യണം? മങ്ങാതെ, കളങ്കപ്പെട്ടു പോവാതെ ശോഭിക്കും ദൈവമേ. മംഗളം മംഗളം മംഗളാത്മൻ. പിന്നെന്താ പറയുന്നത്? ആദിയും അന്തവും, ഒടുക്കവും തുടക്കവും ഒടുക്കവും ഇല്ലാതെ എല്ലാത്തിലും ആകാശം പോലെ എന്നെ ചേർത്ത് നിർത്തി കാത്തു രക്ഷിക്കുന്ന അല്ലയോ ദൈവമേ, നിനക്ക് ഞാൻ മംഗളം നേരുന്നു. പിന്നെന്താ പറയുന്നത്? അല്ലയോ ദീനദയാലു, ജ്ഞാനത്തിന്റെ കുടിയിരിപ്പായി നിന്റെ തിരുരൂപം ഞാൻ കൂപ്പിടുന്നു. അതേ പറയുന്നുണ്ട്, ജ്ഞാനികൾ ഉണ്ടെന്ന് ചൊല്ലുന്ന നിൻ കഴൽ ഞാൻ ഇതാ കൂപ്പുന്നു. കഴൽ എന്ന് പറഞ്ഞാൽ പാദം എന്നർത്ഥം. ഞാൻ ഇതാ കൂപ്പുന്നു ദീനബന്ധോ ദീനദയാലു. പിന്നെന്താ പറഞ്ഞേ? പാവങ്ങൾ പാർക്കുന്ന പാഴ്മരുഭൂമിയിൽ, അതായത് പാവങ്ങളായ ഞങ്ങൾ പാർക്കുന്ന ഈ പാഴ്മരുഭൂമിയിൽ എന്ത് ചെയ്യണം? നിന്റെ കനിവാൽ, അതായത് ദൈവത്തിന്റെ കനിവിനാൽ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യത്തിന്റെ ഇളങ്കാറ്റ്, കൈത്തന്നൽ എന്ന് പറഞ്ഞാൽ ഇളങ്കാറ്റ് വീശുകയും, പിന്നെയോ ദൈവമേ നിന്റെ തിരുമ അന്ധമായ വിശ്വാസം, അന്ധവിശ്വാസങ്ങൾ നീങ്ങി എങ്ങും കാന്തിയും ശാന്തിയും ഉണ്ടാകട്ടെ എന്നാണ് കവി പറയുന്നത്, അല്ലെ? ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ ഷാനിഫേ? അപ്പൊ ഇതിലെന്താ പറയുന്നത് മനസ്സിലായോ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തിന്റെ കനിവിലാണ് എന്തെല്ലാം ഉണ്ടാകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത് എന്നില്ലേ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. നിജാദ് പ്ലീസ് അൺമ്യൂട്ട്. നിജാദ്, പറഞ്ഞേ, രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ എഴുതിയത് നമ്മള്? പാവങ്ങളായ ഞങ്ങൾ പാർക്കുന്ന ഭൂമിയിൽ ദൈവത്തിന്റെ കനിവാൽ പാൽപ്പുഴയൊഴുകുകയും അതുവഴി സ്വാതന്ത്ര്യത്തിന്റെ ഇളങ്കാറ്റ് വീശുകയും അന്ധവിശ്വാസങ്ങൾ നീക്കി എങ്ങും കാന്തിയും ശാന്തിയും ഉണ്ടാക്കണം എന്നുമാണ് കവി ആഗ്രഹിക്കുന്നത്. ഓക്കെ, അശ്വിന് കിട്ടിയില്ല ക്ലാസ് അല്ലേ അശ്വിൻ? ഓക്കെ, അശ്വിനും കൂടി ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, പിന്നെ ഇനി എന്താ അർത്ഥം ഒന്ന് വായിച്ചതിൽ അർത്ഥം എഴുതിയത് നോക്കട്ടെ. എത്ര പേര് ഇത് എഴുതി നോക്കട്ടെ. അശ്വിൻ പ്ലീസ് അൺമ്യൂട്ട്. അശ്വിൻ, കാത്തരുളിയിടുക എന്താ അർത്ഥം എഴുതി നമ്മള്? നോട്ട് കംപ്ലീറ്റ് ആണോ? എന്നാ കാത്തരുളിയിടുക എന്താ അർത്ഥം? കാത്തു പരിപാലിക്കുക. കാത്തരുളിയിടുക, കാത്തു പരിപാലിക്കുക, അല്ലെ? ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റ് എന്താണ് അശ്വിൻ? അശ്വിന് കേൾക്കുന്നില്ല അശ്വിൻ? മാമറ മഹാവേദം. മാമറ മഹാവേദം. ശ്രദ്ധിക്കണേ എല്ലാവരും. നോട്ട് എഴുതിയിട്ടുണ്ടോ എല്ലാവരും? ഹലീമ എഴുതിയോ? ഹലീമ ഇല്ല. അപ്പൊ നോട്ട് എഴുതിയിട്ട് എല്ലാവരും പാരന്റ്സിന്റെ സൈൻ വാങ്ങി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഒന്ന് ജസ്റ്റ് അതിലൊന്ന് ക്ലിയർ ചെയ്യാൻ പറയണം കേട്ടോ. ഹെവൻ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഴുതി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പാരന്റ്സിനോട്, അതിനാണ് ഞാൻ പാരന്റ്സിനോട് സൈൻ വാങ്ങാൻ പറയുന്നത് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും കുറച്ച് മിസ്റ്റേക്ക് എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് സൈൻ ചെയ്ത് നിങ്ങൾ എഴുതിയോ ഇല്ലയോ. ഹലീമ എഴുതുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. നമ്മൾ വീട്ടിൽ വന്ന് നിങ്ങൾ അത് ചെക്ക് ചെയ്യും കേട്ടോ ഹലീമ. ഏത് സമയം
ടീച്ചേഴ്സിന്റെ ഒരു വിസിറ്റ് പ്രതീക്ഷിക്കാം. നിങ്ങൾ വിചാരിക്കേണ്ട ഒന്നും എഴുതണ്ട, ഓ ഇത് ഓൺലൈൻ ക്ലാസ് അല്ലേ എന്ന് വിചാരിക്കരുത്. ഒരു കാരണവശാലും ഒരു കാര്യത്തിലും എക്സ്ക്യൂസ് ഉണ്ടാവരുത്, എല്ലാവരും എഴുതണം. ഓക്കെ. ശ്രീവിഷ്ണുവിന് കേൾക്കുന്നില്ലേ? ശ്രീവിഷ്ണു ഇന്നലെ നോട്ട് എഴുതി കംപ്ലീറ്റ് ആക്കി ഇട്ടു, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ കാത്തരുളിയിടുക, കാത്തു പരിപാലിക്കുക. മാമറ മഹാവേദം, മാമറ വീട് മഹാവേദമാകുന്ന വീട്. ശർമ്മദൻ സുഖം നൽകുന്നവൻ. നോക്കണം, വായിക്കുന്നത് നോട്ട് കംപ്ലീറ്റ് ആയവര് മുമ്പിൽ വെച്ച് നോക്കണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. ദിവ്യ സ്വരൂപം ദിവ്യമായ സ്വന്തം രൂപം. മുറ ക്രമം അല്ലെങ്കിൽ വേണ്ട കാര്യം. പിന്നെ പോറ്റി പോറ്റുന്നവൻ ഈശ്വരൻ. ആദി തുടക്കം, അന്തം ഒടുക്കം. ശോഭിക്കും പ്രകാശിക്കും. കഴൽ പാദം. മംഗളാത്മൻ നല്ലവൻ, മംഗളാത്മൻ നല്ലവൻ. ഓക്കെ, ജുവാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ദീനബന്ധോ അവശന്മാർക്ക് ബന്ധുവായവനെ ഈശ്വര. അവശന്മാർക്ക് ബന്ധുവായവനാണ് ആര്? ഈശ്വരൻ അല്ലേ? ഓക്കെ, ഈശ്വരൻ. പിന്നെയോ തൈത്തെന്നൽ ഇളങ്കാറ്റ്. ജുവാനൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ജുവാന പ്ലീസ് അൺമ്യൂട്ട്. ജുവാന. മിസ്, ഈ ശർമ്മദന് ശാന്തി നൽകുന്നവനല്ലേ? ശാന്തി നൽകുന്നവൻ ദൈവം. നമുക്ക് ശാന്തിയും ഈശ്വരൻ. ശർമ്മദൻ സുഖം നൽകുന്നവൻ, അതായത് ഈശ്വരൻ. രണ്ടും എഴുതണം. സുഖം നൽകുന്നവൻ ഈശ്വരൻ എഴുതിയത്. ഈശ്വരൻ. ഓക്കെ, കുഴപ്പമില്ല. ശർമ്മദൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം സുഖം നൽകുന്നവൻ. അപ്പൊ അതായത് സുഖം നൽകുന്നവൻ ആരാ? നമുക്ക് എല്ലാം നമുക്ക് തരുന്നത് ദൈവം അല്ലേ? അപ്പൊ ദൈവം, ഈശ്വരൻ. ഓക്കെ. പിന്നെ ശോഭിക്കും പ്രകാശിക്കും. കഴൽ പാദം. മംഗളാത്മൻ നല്ലവൻ. ദീനബന്ധോ അവശന്മാർക്ക് ബന്ധുവായവനെ അല്ലെങ്കിൽ ഈശ്വര. അതായത് അവശന്മാർക്ക് ബന്ധുവായ അല്ലേ? അവരാണ് ഈശ്വരൻ അല്ലേ? അതാ ഉദ്ദേശിക്കുന്നത്. പിന്നെ തൈത്തെന്നൽ ഇളങ്കാറ്റ്. വാച്ചിടട്ടെ ഉണ്ടാകട്ടെ. പിന്നെ ഓപ്പോസിറ്റ് വരാൻ അടുത്തത്. ധർമ്മം അധർമ്മം. സത്യം അസത്യം. പിന്നെയോ കരുണം നിഷ്കരുണം. ജ്ഞാനി അജ്ഞാനി. പിന്നെ മാതൃക നോക്കി പൂരിപ്പിക്കുകയാണ്. പൂരിപ്പിക്കുകയെന്ന് ഹെഡിങ് എഴുതിയിട്ട് താഴെ എഴുതണം. എന്ത്? മാമറ മഹാമറ അല്ലെങ്കിൽ മഹത്തായ വേദം. മാമുനി മഹാമുനി. മാബലി മഹാബലി. മാമരം മഹാമരം അല്ലെ? പിന്നെ പിരിച്ചെഴുതുക. പിരിച്ചെഴുതാൻ എല്ലാവർക്കും അറിയാലോ. കാത്തരുളിയിടുക. കാത്ത് പ്ലസ് അരുളിയിടുക. ഒരിക്കലും തെറ്റാൻ പാടില്ല. തെറ്റിക്കഴിഞ്ഞാൽ അത് ഫുള്ള് തെറ്റാവും. പിരിച്ചെഴുതുകയും ചേർത്ത് എഴുതുകയും ചെയ്യുമ്പോൾ കറക്റ്റ് എഴുതണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല നമുക്ക്. പിന്നെ കൂരിരുൾ. കൂര് പ്ലസ് ഇരുളാണ് കൂരിരുൾ. നെക്സ്റ്റ് തൈത്തെന്നൽ. തൈ പ്ലസ് തെന്നൽ തൈത്തെന്നൽ. പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. പോറ്റി നീ നൽവരം നൽകിയിടണം എന്ന പ്രാർത്ഥനയിൽ എന്തെല്ലാമാണ് നൽവരമായി ഉദ്ദേശിക്കുന്നതാണ് ഫസ്റ്റ് ചോദ്യം നമ്മൾ എഴുതിയല്ലേ. എന്ന് തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ വേണ്ട കാര്യങ്ങൾ മാത്രം, അതായത് ക്രമം. മുറ എന്ന് പറയുന്നില്ല അതിൽ, അതാണ് വേണ്ട കാര്യങ്ങൾ. അതായത് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് എന്ത് ചെയ്യണം? തിന്മയിൽ നിന്ന് അകറ്റി നിർത്തി മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണേ ദൈവമേ എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ അതാണ് നൽവരമായി ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദൈവത്തിന്റെ കനിവിൽ എന്തെല്ലാം ഉണ്ടാകണം എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. എന്ത് ചെയ്യണം? എന്തൊക്കെയാണ്? പാവങ്ങൾ പാർക്കുന്ന ഈ പാഴ്മരുഭൂമിയിൽ പിന്നെയോ പാൽപ്പുഴ ഒഴുകുകയും അതുവഴി സ്വാതന്ത്ര്യത്തിന്റെ തൈത്തെന്നൽ വീശുകയും ഇളങ്കാറ്റ് വീശുകയും. പിന്നെ എന്ത് ചെയ്യണം? അന്ധമായ വിശ്വാസങ്ങൾ നീങ്ങി സൗന്ദര്യവും, അതായത് കാന്തി, സൗന്ദര്യം എന്ന് എഴുതാം, കാന്തിയും ശാന്തിയും ഉണ്ടാകട്ടെ എന്നുമാണ് കവി ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് കറക്റ്റ്, കംപ്ലീറ്റ് ആയി നമ്മുടെ ആ ഫസ്റ്റ് പാഠം. അപ്പോ നിങ്ങൾക്ക് ഒരു അനുബന്ധ പ്രവർത്തനങ്ങളുണ്ട്. എന്ന് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ ഗാനം ചൊല്ലുക. ആർക്കറിയാം പ്രാർത്ഥനാ ഗാനം? ആർക്കെങ്കിലും പ്രാർത്ഥനാ ഗാനം അറിയോ? ഒന്ന് കൈപൊക്കിയേ. പ്രാർത്ഥനാ ഗാനം അറിയുന്നവര് നിങ്ങൾക്ക് ഏതെങ്കിലും? ഓക്കെ, ഹരിനന്ദ് കൈപൊക്കുന്ന കാണുന്നുണ്ടേ. Everything I give to you. Good. നെക്സ്റ്റ് ആർക്കറിയാം പ്രയർ സോങ്? ആർക്കറിയാം? നെക്സ്റ്റ്
ശ്രീവിഷ്ണുവിനെ അറിയോ? ശ്രീവിഷ്ണുവിന്റെ ഇടയിൽ കൈ പൊക്കിയല്ലോ. അഫ്രാസിനെ അറിയോ? അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ ഗാനം ഏതൊക്കെയുണ്ട്? പണ്ട് നമ്മളെല്ലാം പഠിച്ച എത്ര പ്രാർത്ഥനയുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഈശ്വരനോടുള്ള നിങ്ങളുടെ ഒരു പ്രാർത്ഥന കവിതാ രൂപത്തിൽ എഴുതുക. നമുക്ക് ഈശ്വരനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുള്ളത് അത് നമ്മൾ പറയുന്നത് കവിതാ രൂപത്തിൽ എഴുതുക. അങ്ങനെയാ പറയുന്നത് അടുത്ത് അല്ലേ? ഒക്കെ സിമ്പിൾ ആണ്. എന്തേ ഹെവന് എന്തെങ്കിലും പറയാനുണ്ടോ? ഹെവൻ ഞാൻ കണ്ടു, ശ്രീവിഷ്ണുവിന്റെ ഞാൻ പോസ്റ്റ് ചെയ്ത് കണ്ടു കേട്ടാ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും ക്ലാസ് മിസ്സാവാതെ എല്ലാവരും വരണം. അപ്പൊ വീണ്ടും വീണ്ടും എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ സെക്കൻഡ് പാഠം നമ്മുടേത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ? വീര ഭഗത് സിംഗ് ആണ്. വീര ഭഗത് സിംഗ് അല്ലെ? ഭഗത് സിംഗിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? അറിയോ? ആരാണ് ഭഗത് സിംഗ്? ആർക്കറിയാം? ഭഗത് സിംഗ് ഓക്കെ. നിജാദ് കൈ പൊക്കിയിട്ടുണ്ട്. നിജാദ് പ്ലീസ് അൺമ്യൂട്ട്. നിജാദ് നിജാദിന് അൺമ്യൂട്ട് ആവുന്നില്ല. ഓക്കെ. ഓക്കെ. സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അല്ലെ? ധീരനായ ആളാണ് ആര്? ഭഗത് സിംഗ് അല്ലേ? അപ്പൊ ഭഗത് സിംഗിനെ പറ്റിട്ട് എല്ലാ കുട്ടികൾക്കും അറിയായിരിക്കും അല്ലേ? കേൾക്കുന്നില്ല എല്ലാവർക്കും? അപ്പൊ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരനായ വ്യക്തിയാണ് ആര്? ഭഗത് സിംഗ്. വീര ഭഗത് സിംഗ് എന്നാണ് പേര് പറയുന്നത്. ധീരനാണ് അല്ലേ? ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഭഗത് സിംഗിനെ പറ്റി എടുക്കാം. കുറെ ധീര സ്വാതന്ത്ര്യ സേനാനികളെ പറ്റി നമുക്കറിയാം. നമുക്ക് ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നേടിത്തന്നത് ഇങ്ങനെയുള്ള കുറെ പേരുടെ ഹരിനന്ദ് ഹരീഷ് ലിസൺ ഹിയർ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വീരന്മാരുടെ സമരത്തിന്റെ ബാക്കിയായിട്ട് നമുക്ക് കിട്ടിയാണ് അല്ലെ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം. അതിനു മുമ്പേ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു അല്ലെ? സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമുക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? ജുവാന പ്ലീസ് അൺമ്യൂട്ട്. ജുവാന. August 14 midnight 1947. ഓക്കെ. അപ്പോ 1947 ഓഗസ്റ്റ് 15 അല്ലേ? 14 മിഡ് നൈറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇതുപോലെയുള്ള വീരന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പലരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഫലമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ? ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം. അതിൽ പ്രധാനികളാണ് ആര്? ഗാന്ധിജി, ഭഗത് സിംഗ്, ലാലാ ലജ്പത് റായ്, ഇങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ ആരുണ്ട്? ബഹദൂർ ഷാ, താന്തിയ തോപ്പി, ഝാൻസി റാണി, മംഗൾ പാണ്ഡെ, ഇങ്ങനെ പല ആളുകളുടെയും സമരത്തിന്റെ ബാക്കിയായിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നേടിത്തന്നത് അല്ലെ അവര്? ഓക്കെ. പിന്നെ ആരോ കൈബന്ധിച്ച്? ജൂലിയറ്റ്. അല്ല, ജസ്റ്റസ് എന്തോ ഒന്ന് പറയാൻ വിചാരിച്ചു. എന്താ ജസ്റ്റസ്? പ്ലീസ് അൺമ്യൂട്ട് ജസ്റ്റസ്. ഒന്നുമില്ല, അന്നേരം മിസ് പറയുന്നതല്ല എക്കോ ആയിട്ട് കേൾക്കുമായിരുന്നു. അതെ, എനക്കും തോന്നി, ഞാനും കേട്ടു. അപ്പോ പിന്നെ നമുക്ക് ഭഗത് സിംഗിനെ പറ്റിയാണ് പഠിക്കേണ്ടത് അല്ലെ? നെക്സ്റ്റ് പാഠത്തിൽ നമുക്ക് ഭഗത് സിംഗിനെ പറ്റിയാണ് പറയേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ടൈം ഏകദേശം കഴിയാറായി. അതുകൊണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ പാഠം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അതിനു മുമ്പ് എല്ലാ കുട്ടികളും നിർബന്ധമായി നോട്ട് എഴുതുകയും പഠിക്കുകയും വേണം. ആരും കംപ്ലീറ്റ് ആക്കാതിരിക്കാൻ പാടില്ല. എല്ലാവരും എഴുതിയിട്ട് കംപ്ലീറ്റ് ആക്കി ചെയ്യണം. ഓക്കെ. നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം കഴിയാറായി. ഇന്ന് വീര ഭഗത് സിംഗ് എന്ന പാഠം തുടങ്ങാനുള്ള ടൈം ഇല്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? കഴിഞ്ഞതിന്റെ എല്ലാം കംപ്ലീറ്റ് ആക്കണം അല്ലേ? എന്ത് ജസ്റ്റസ് എന്തേ ജസ്റ്റസേ? എനിക്കിന്ന് വല്ല നോട്ട്സും കാര്യം തന്നായിരുന്നോ? ഞാൻ ഇപ്പോഴല്ലേ കയറിയേ.
ഇല്ല, നോട്ട് നമ്മൾ കഴിഞ്ഞ നോട്ട് തന്നത് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്? അതായത് ഫസ്റ്റ് പാഠത്തിന്റെ പ്രഭാത ഗീതത്തിന്റെ ആ എഴുതിയെടുത്ത അതെഴുതി. വേറെ ഹോംവർക്ക് ഒന്നും ഇല്ലല്ലോ? വേറെ ഒന്നുമില്ല. അപ്പൊ എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളെ ഇന്നത്തെ ടൈം ഏകദേശം കഴിയാറായി. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചോ? നല്ല കുട്ടികളായി ഇരുന്നേ. ഓക്കെ. അപ്പൊ എല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നല്ല മക്കളായി അടുത്ത ക്ലാസ്സിൽ പങ്കെടുത്തോ കേട്ടോ. ഓക്കെ, ബൈ, സി യു. ഓക്കെ, വൈൻഡപ്പ് ചെയ്യുന്നേ. ഓക്കെ, ബൈ.